ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് വളരെ പെട്ടെന്ന് വീട്ടിൽ തന്നെ ഒരു ചിക്കൻ പെരി പെരി തയ്യാറാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മളൊന്ന് ചതച്ചെടുക്കാൻ പോവുകയാണ്. ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും നമ്മുടെ വെളുത്തുള്ളിയും കൂടി ഒന്ന് ഇട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ ചിക്കൻ എടുത്ത് നമുക്കിതൊന്ന് ആവി കയറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലൊരു കണ്ണാപ്പയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്കൊന്ന് അടച്ചു വെക്കണം കേട്ടോ. ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് ആവി കയറ്റിയാൽ മതി. ഇടയ്ക്ക് നമ്മളിതൊന്ന് തുറന്ന് നോക്കിയിട്ട് നമ്മൾ തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മസാല ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും 4-5 വറ്റൽമുളക് നമ്മുടെ എരിവിന് ആവശ്യത്തിനാട്ടോ, ജീരകം, കുരുമുളക്, മല്ലി, പെരിഞ്ജീരകം, നമ്മുടെ ഗ്രാമ്പൂ, പട്ട, ഇതെല്ലാം കൂടി നമുക്ക് ഇട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ വറ്റൽമുളകും എല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആറാൻ വെക്കാം. എന്നിട്ട് വേണം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാൻ. ഇനി നമുക്ക് ചിക്കനിലേക്ക് പുരട്ടാനുള്ള മസാല നമുക്ക് തയ്യാറാക്കാം. ചിക്കൻ എത്രയാണോ എടുക്കുന്നത് അതനുസരിച്ചിട്ട് വേണം നമ്മൾ ചിക്കനിൽ പുരട്ടാനുള്ള മസാല എടുക്കാൻ. അപ്പോൾ നമ്മൾ 2 പീസ് നമ്മൾ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് നമുക്ക് ഇത്രയും മസാല മതി. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് മസാല പുരട്ടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. പുളിപ്പുള്ള തൈര് എടുക്കാനേ പാടില്ല കേട്ടോ. അപ്പോൾ പുളിപ്പില്ലാത്ത തൈര് വേണം എടുക്കാൻ. ഇനി നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച നമ്മുടെ മസാല നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ മല്ലിയില, തക്കാളിയൊക്കെ നമ്മൾ അരച്ചില്ലേ, ഇനി നമ്മൾ ആ അരപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, എരിവിന് ആവശ്യത്തിന് ഞാൻ മുളക് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് എരിവ് വേണ്ടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇനി നമ്മളിതിലേക്ക് സൺഫ്ലവർ ഓയിലും വിനാഗിരിയും കൂടി ഒഴിച്ച് നമ്മൾ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മസാല എല്ലാം നമ്മൾ ചിക്കനിലോട്ടും കൂടി തേച്ച് പിടിപ്പിക്കാം. ഇനി നമുക്കിതൊന്ന് 15 മിനിറ്റ് നമുക്കൊന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല എല്ലാം നല്ലതുപോലെ പിടിക്കും. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വന്നപ്പോൾ നമ്മൾ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ അരച്ച് വെച്ച പൊടി ഇല്ലായിരുന്നു, അതിൻ്റെ കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അതും ചേർത്ത് നമ്മുടെ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇത് നമ്മൾ 2 വറ്റൽമുളക് അല്ലാതെ പൊടിച്ചതാണ് കേട്ടോ. പൊടിച്ചതും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. കുറച്ച് വിനാഗിരിയും കൂടി ഒഴിക്കണേ.
ഇതാണ് കേട്ടോ നമ്മുടെ പെരി പെരി മസാല. അപ്പോൾ നമ്മുടെ പെരി പെരി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പുരട്ടി വെച്ചേക്കുന്ന നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ സ്പെഷ്യൽ ഒരു മസാല ഉണ്ടല്ലോ, പെരിപ്പെരി, ആ ഒരു മസാല നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ വേണം ചേർത്ത് കൊടുക്കാൻ. അങ്ങനെ 2 സൈഡും നമ്മുടെ മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ പെരി പെരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം കേട്ടോ. പുറത്തുനിന്ന് നമ്മൾ മേടിക്കുന്ന അതേ രുചി തന്നെയാണ്. ഇത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം, വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.